അല്ല, അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു ജില്ലയോട് ഏതെങ്കിലും വിധത്തിലുള്ള വെറുപ്പ് ഞങ്ങൾക്ക് ആർക്കും ഇല്ലല്ലോ. നിങ്ങൾ നോക്കേണ്ടത് അതിൻ്റെ ഭാഗമായിട്ട് കണ്ണൂർ ജില്ലയിലെ ഏതെങ്കിലും വിധത്തിലുള്ള റവന്യൂ നടപടിക്രമങ്ങളിൽ കുറവുണ്ടായിട്ടുണ്ടോ? അല്ല, ഞാനത് നേരത്തെ പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല. ഞാൻ പറഞ്ഞത് എന്തിനാണ് സർക്കാരിൻ്റെ നെഞ്ഞത്തേക്ക് കുതിര കയറുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അവിടെ ആ വിഷയത്തിൽ ഒരു കാരണവശാലും സർക്കാരിന് ഇടപെടേണ്ട കാര്യമില്ല ഇപ്പോൾ. കാരണം അവർ പറയുന്നതനുസരിച്ച് അവർ മേടിച്ച ഭൂമിയുടെ ഉടമസ്ഥനെതിരായി ഒരു കേസിലേക്കോ നോട്ടീസിലേക്കോ പോയിട്ടുള്ളത് താലൂക്ക് ലാൻഡ് ബോർഡാണ്. താലൂക്ക് ലാൻഡ് ബോർഡ് ഒരു സെമി കോടതിയാണ് യഥാർത്ഥത്തിൽ. അതിൽ ഉദ്യോഗസ്ഥന്മാരൊക്കെ റവന്യൂവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. പക്ഷേ കോസി ജുഡീഷ്യറി ബോഡിയുടെ അധികാരമുള്ള ഒന്നാണ് TLB. അതിൽ സർക്കാരും കക്ഷിയാണ്. പിന്നെ കോടതിക്കകത്ത് സർക്കാരിന് ചിലപ്പോൾ വാദിക്കേണ്ടതായിട്ട് വരും സർക്കാരിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി. അവിടെ സർക്കാരുമില്ല, കക്ഷിയുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സംശയം അവർക്ക് 81(3)യുടെ എക്സംഷനുമായി ഭൂപരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ സ്വാഭാവികമായിട്ട് നോട്ടീസ് അയക്കും. ഇതിലെ ശരിതെറ്റ് ആരുടെ ഭാഗത്തു നിന്നാണെന്ന് ഞങ്ങളിപ്പോൾ നോക്കിയിട്ടില്ല. ഞങ്ങൾക്കത് നോക്കേണ്ട ഒരു പ്രശ്നം ഞങ്ങളുടെ മുമ്പിൽ സർക്കാരിൻ്റെ മുമ്പിൽ വന്നിട്ടുമില്ല. സാധാരണ നിലയിൽ സർക്കാരോ കളക്ടറോ ബന്ധപ്പെട്ട അധികാരികളോ റവന്യൂ വകുപ്പ് മന്ത്രിയോ ഗവൺമെൻറ്റോ തന്നെ നേരിട്ട് നോക്കിയൊരു കേസ് എടുത്തതേയല്ല. അവിടെ ആരുടെയോ പരാതിക്കകത്ത് ഈ സ്ഥലം ഏതെങ്കിലും വിധത്തിൽ തരം മാറ്റിയ ഭൂമിയാണോ എന്ന് കാണിച്ചുകൊണ്ട് TLB ഒരു നോട്ടീസ് അയച്ചു എന്ന് തന്നെയാണ് അവർ തന്നെ പറയുന്നത്. അക്കാര്യത്തിൽ TLB തീരുമാനം എടുക്കട്ടെ. സർക്കാരിൻ്റെ മുമ്പിലേക്ക് ഇപ്പോഴും അവർ പറയുന്നത് അവരുടെ ഭാഗം ക്ലിയർ ആണെന്നാണ്. നമുക്ക് എന്താ തർക്കം? അതിലൊരു തർക്കവും ഞങ്ങൾക്കാർക്കും ഇല്ല. TLBയുടെ മുമ്പാകെ ഒരു കോടതിക്ക് സമമായിട്ടുള്ള TLBയുടെ മുമ്പാകെ നേരത്തെ ബന്ധപ്പെട്ട ആളുകളെ ഹിയറിങ്ങിന് വിളിച്ചിരുന്നു. ഹിയറിങ് നടന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിൽ TLB ഒരു തീരുമാനം എടുക്കും. ആ തീരുമാനമായിട്ട് മുന്നോട്ട് പോകട്ടെ. TLBയുടെ തീരുമാനത്തെ സാധാരണ നിലയിൽ TLB വിധത്തിലാണെങ്കിൽ അവർക്ക് പോകേണ്ടി വരും, ഹൈക്കോടതിയുടെ മുമ്പിലാകും. അതെല്ലാം ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ആക്റ്റാണ്. ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, ഗവൺമെൻറ്റിൻ്റെ രംഗത്തേക്ക് എല്ലാവരും ഇങ്ങനെ കുതിര കയറാൻ വന്നാൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളതാണ്. നേരത്തെ ഒരു സംഘടനയ്ക്കകത്ത് പിരിച്ച കാശിനെ ചൊല്ലിയിട്ടുള്ള കലാപം ഉണ്ടായപ്പോൾ അവർ പറഞ്ഞു സർക്കാർ സ്ഥലം കൊടുത്തിരുന്നെങ്കിൽ ഞങ്ങൾ പണി പൂർത്തിയാക്കിയേനെ. സർക്കാർ തന്നെ വില കൊടുത്ത് 1.5 മാസക്കാലം കോടതിയിൽ കേസും കൊണ്ട് നടന്നിട്ടാണ് സ്ഥലം 65 ഹെക്ടർ ഭൂമി മേടിച്ചത്. അപ്പോൾ സർക്കാർ ആരോട് എന്തെങ്കിലും വാഗ്ദാനം ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ ജനുവരി 1-ാം തീയതിയും 4-ാം തീയതിയും നടന്ന 2 യോഗത്തിൽ ഞാൻ നേരിട്ട് പങ്കെടുത്ത ആളാണ്. ആദ്യത്തെ യോഗത്തിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ ഉപനേതാവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഞാനും ഉൾപ്പെടെ എല്ലാവരും ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അത് 50 വീടിന് മുകളിൽ സ്പോൺസർമാരായ ആളുകളാണ്. 4-ാം തീയതി 50 വീടിന് താഴെയുള്ള സ്പോൺസർമാരുടെ യോഗവും വിളിച്ചു ചേർത്തിരുന്നു. യൂത്ത് കോൺഗ്രസും 30 വീടുകൾ സംഭാവന ചെയ്യാമെന്ന കാര്യത്തിൽ പറഞ്ഞിരുന്നു. അവരെ ആരെയും നിർബന്ധിക്കാൻ പറ്റുമോ? നമുക്ക് ഇത്ര വീട് തന്നേ മതിയാകൂ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. അവർ ആ വിധത്തിൽ മുന്നോട്ട് പോകും. ഞങ്ങൾ അതിനൊന്നും ഒരു തടസ്സമില്ല. അനാവശ്യമായിട്ട് സർക്കാരിന് ഇതിൽ കക്ഷിയാക്കേണ്ട കാര്യമില്ല. TLB കേസെടുത്താൽ TLBയുടെ മുമ്പാകെ ബന്ധപ്പെട്ടവർക്ക് ഹാജരാക്കി അവരുടെ നേര് ബോധ്യപ്പെടുത്താനുള്ള അവസരമുണ്ട്. അതവർ ബോധ്യപ്പെടുത്തിക്കോട്ടെ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമേ, മന്ത്രി ഏകദേശം 10 മാസമായിട്ട് കണ്ണൂർ ജില്ലയിൽ വന്നതേ ഇല്ല, നേരിട്ട് പരിപാടികൾ പങ്കെടുക്കുന്നേ ഇല്ല എന്നുള്ള ഒരു പൊതുവായിട്ടുള്ളൊരു ഇത് നിൽക്കുകയാണ്. എന്താണ് അങ്ങനെ 10 മാസമായിട്ട് കണ്ണൂരിലേക്ക് എത്താതിരിക്കാനുള്ള കാരണം? അല്ല, അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു ജില്ലയോട് ഏതെങ്കിലും വിധത്തിലുള്ള വെറുപ്പ് ഞങ്ങൾക്ക് ആർക്കും ഇല്ലല്ലോ. നിങ്ങൾ നോക്കേണ്ടത് അതിൻ്റെ ഭാഗമായിട്ട് കണ്ണൂർ ജില്ലയിലെ ഏതെങ്കിലും വിധത്തിലുള്ള റവന്യൂ നടപടിക്രമങ്ങളിൽ കുറവുണ്ടായിട്ടുണ്ടോ? ഈ കഴിഞ്ഞൊരു വർഷം 9249 പട്ടയങ്ങൾ വിതരണം ചെയ്ത ജില്ലയാണ് കണ്ണൂർ ജില്ല. കണ്ണൂർ ജില്ലയിൽ ഒരു കാര്യത്തും അങ്ങനെ വേറെ പ്രയാസം ഉണ്ടായിട്ടില്ല. ചില കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ ബന്ധപ്പെട്ട MLA മാർക്കും മന്ത്രിക്കും ഒരുമിച്ച് വരാൻ പറ്റുന്നൊരു സമയം അല്ലെങ്കിൽ ഓൺലൈനിൽ ആ ചടങ്ങുകളിൽ പങ്കെടുക്കും. ഉദാഹരണത്തിന് 2 ആഴ്ചക്കാലം മുമ്പ് ഏറ്റവും ബഹുമാനായിട്ടുള്ള ഗോവിന്ദ മാസ്റ്റർ മണ്ഡലത്തിൽ 2 പരിപാടി തീരുമാനിച്ചു. അന്ന് മാഷ് ഇവിടെയുള്ള ദിവസമാണ്, എനിക്കിവിടെ വരാൻ പറ്റാത്ത ദിവസമാണ്. അതുകൊണ്ട് മാറ്റിവെച്ച നാട്ടിലെ ജനങ്ങൾക്കല്ല അതിൻ്റെ പ്രയാസം ഉണ്ടാകുക. സ്വാഭാവികമായിട്ടും ഓൺലൈൻ 10 മാസം എന്നൊക്കെ പറയുന്ന ഒരു വലിയ നീണ്ട കാലയളവാണല്ലോ. ഏകദേശം 10 മാസം എന്ന് പറയുന്നത് 1-2 മാസമൊക്കെയാണ് ഈ പരിപാടി മാറ്റിവെക്കുന്നതെങ്കിൽ നമുക്ക് അതിൽ അങ്ങനെ ഒരു ന്യായീകരണം പറയാം. ഞാൻ അങ്ങയോടും പ്രസ്ഥാനത്തിനോടുള്ള എല്ലാ വിനയവും വെച്ചുകൊണ്ട് ചോദിക്കട്ടെ, കേരളത്തിൽ 21 മന്ത്രിമാരും കണ്ണൂർ ജില്ലയിൽ എത്തിയേണ്ട സമയവും നാഴികക്കല്ലും ഒക്കെ അങ്ങനെ എടുക്കാൻ പറ്റുമോ? നമുക്ക് ഓരോ കാര്യങ്ങളായിരിക്കും. ആ കാര്യത്തിലേക്ക് പോവാം.